സോ ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡ് പോയ അതല്ലാതെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? അതല്ലാതെ ഞാൻ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ബട്ട് അതിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തു. അത് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. സോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കളിക്കുന്നത്. ഞാൻ ഒരു അയൺ കളിക്കുന്ന കൊള്ളുന്ന വെച്ചാൽ ഇത് അതിൻ്റെ ബാക്കിയാണിത്. അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ അയൺ ആർമറാണ്. പെർഫെക്റ്റ് സ്റ്റാർട്ട്. ഇതാണ് സ്റ്റാർട്ടർ എപ്പിസോഡ്. നിങ്ങളെന്താ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡി കളിച്ചിട്ട് ഇട്ടെന്ന് പറയണ്ട. ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് കളിച്ചില്ല. ഇത് ഞാൻ ഇന്നലെ കളിച്ചിട്ടാ. ഞാൻ കള്ളം പറയുന്നില്ല ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്താ കള്ളല്ലേ ഗൈസ്. അതുകൊണ്ട് ഓക്കെ, അവിടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. ഇനി കിടക്കാം. അപ്പം കടന്നാൽ നമുക്ക് നേരെ ചന്ദ്രൻ കാണാം. ഓക്കെ, ഉറങ്ങി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഇത് നമ്മുടെ മൈനിങ് ഏരിയ ഓർമ്മയില്ലേ ഇവിടുത്തെ, അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപാടി. ഇതാണ് നമ്മുടെ ഇനി തൊട്ടുള്ള മൈനിങ് ഏരിയ. സോ നമുക്ക് കുറച്ച് സ്റ്റോൺ എടുത്തേക്കാം. കുറച്ച് ഓക്കെ. അപ്പം നമുക്ക് ഒരു 8 വേണ്ട. 11. അപ്പോൾ 11 വേണം. സോ 11 എടുത്തിട്ട് നമ്മുടെ ചെറിയൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. സ്റ്റോൺ പിക്കാക്സും പിന്നെ ഒരു ഫർണസും ഉണ്ടാക്കണം. ഇത് 2 ഉണ്ടാക്കിയിട്ട് ഇനിയാണ് നമ്മളെ മൈനിങ് ട്രിപ്പ്. അതുകൊണ്ട് ഇനിയാണ് നമ്മളെ മൈനിങ്ങിന് അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇരിക്കുന്ന ഈ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കണം. അതുകൊണ്ട് നമ്മുടെ ഫാമിങ് ഇവിടെ ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വേൾഡിലൊക്കെ ഷുഗർ കെയിൻ കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാടറിയാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിൽ ഒരു പ്രൂഫ് ഐലൻഡൊക്കെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയോ എനിക്കറിയത്തില്ല. ഞാൻ 1 മണിക്കൂർ എക്സ്പ്ലോറിങ്ങിന് പോയി കാണും. എന്നിട്ടാണ് എനിക്ക് അവസാനം ഷുഗർ കെയിൻ കിട്ടിയത്. ആ ഷുഗർ കെയിൻ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ വേൾഡും പോയി. എന്താല്ലേ, പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ആ കേവ് കാണാൻ ഇവിടെ ചാൻസ് കുറവാണ്. എൻ്റെ പാച്ചിൽ ആ കേവൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ വേൾഡിൽ മാത്രം എങ്ങനെ കേവ് വരാനാ? അതിലില്ല. എവിടെ ഉണ്ട് ഗൈസ്? ഇവിടെ ഉണ്ട് ഈ മാസീവ് കേവ്. പക്ഷെ പാച്ചിഡിലില്ല. അതുകൊണ്ട് നമ്മളെ മൈൻഡ് ഷാഫ്റ്റുള്ള കേവ് ഇവിടെ വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ അയൺ ആർമർ ഉണ്ടാക്കണം. ആകെ ഇച്ചിരി ഹാർട്ട് ഡാമേജേ കിട്ടിയുള്ളൂ. അത് സീനില്ല. നമ്മുടെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ കുളിച്ച സെയിം 3 ബ്ലോക്കായത്. യെസ്, ഫുൾ അയൺ ആർമറാണ് ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ. കുറച്ചങ്ങ് ഓവർ പവേർഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ. അയൺ മൈൻ ചെയ്ത് മാത്രം ഞാൻ കാണിച്ചു തരാം. ബാക്കി സ്മെൽറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ഈ റെക്കോർഡിങ് ഓഫാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി ചെയ്യാം. ഞാനിപ്പോൾ 2 വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് 2 ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സീനില്ല. ഓക്കെ, അപ്പോൾ എത്ര അയൺ വേണം? 30 സംതിങ് വേണം. ഇത്ര അയൺ ഒപ്പിച്ചെടുത്താൽ നമുക്ക് 37 വേണം. അപ്പോൾ തന്നെ 18 കിട്ടും. ഇനി നമുക്ക് അയണൊക്കെ ഒരു ക്ഷാമില്ല. ഇവിടെയൊക്കെ അയൺ ഉണ്ടാവും. ബട്ട് ടോർച്ചില്ലാത്തതുകൊണ്ട് ഒന്നും കാണില്ല ഇവിടെ. യെസ് ഗായ്സ്, ഒന്നും കാണുന്നില്ല ഇവിടെ. എന്ത് ചെയ്യാനല്ലേ?
ഈ മൈൻക്രാഫ്റ്റ്. ഇവിടെ കുറച്ച് അയണുണ്ട്. ഇത് നിറയെ ഉണ്ടാവണം ഗൈസ്. പണ്ട് ആദ്യം ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ അയൺ മൈൻ ചെയ്യുന്ന ഓർമ്മയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ആദ്യം ഞാൻ മൈൻക്രാഫ്റ്റ് അയൺ മൈൻ ചെയ്യാൻ സ്റ്റോൺ പിക്കാക്സിന് പകരം വുഡൻ പിക്കാക്സ് ജോയിൻ ചെയ്തിട്ട് കിട്ടാത്തോ ഓക്കെ നല്ല ഓർമ്മയാണ്. വില്ലേജർ സോംബി വില്ലേജർ എന്നൊന്ന് കില്ല് ചെയ്യാം. കുറച്ച് അയൺ തരും. സോംബീസിനെ കില്ല് ചെയ്ത് അയൺ തരും ചില സോംബീസൊക്കെ. ഇവന്മാർ അയൺ തരത്തില്ല, ഇവന്മാർ പൊട്ടയാ. ഓക്കെ, അപ്പം നമ്മുടെ 23 അയൺ. ഇവിടെ കുറച്ച് അയൺ ഉണ്ടാവാനുള്ളതാണ്. ആരും കാണുന്നില്ല തൽക്കാലത്തിന്. ഇതിൻ്റെ മുകളിൽ കൂടി പോയാലും കുറച്ച് അയൺ കിട്ടും. അതെവിടെയാന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇവിടെ തന്നെ. ഇവിടെ നിറയെ അയണുണ്ട്. ഞാൻ സ്പോട്ട് ചെയ്താലോ. ഇതൊക്കെ നമ്മൾ പണ്ടേ കണ്ട സ്ഥലങ്ങളതൊക്കെ. ഇവിടെയൊക്കെ ലാവ ഉണ്ട്, പലതും ഉണ്ട്. ഇതാണ് പഴയ മൈൻക്രാഫ്റ്റ് വേൾഡ് ഡിലീറ്റ് ആയിപ്പോയ ആ CD തന്നെ കളിക്കുന്നത് ഒരു വേറെ വൈബാണ്. ഇത് പിന്നെ പഴയ ലെറ്റ്സ് പ്ലേയുടെ സീഡാ, ഇല്ലെങ്കിൽ അയണൊക്കെ കിട്ടാൻ നല്ല പാടുപെടും. 33 അയൺ. ഇതുകൊണ്ട് ആ അയണും അയൺ ചെയ്തെടുത്താൽ നമുക്ക് ഫുൾ അയൺ ആർമർ ഉണ്ടാക്കാനുള്ള അയൺ കിട്ടില്ല. 35 ഉള്ളൂ. അത് ഇനി ഇവിടെ അയൺ ഇനി ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവേണ്ടതാണല്ലോ. സ്കെലട്ടൺസൊക്കെ എത്തി കഴിച്ചിവിടെ. ഇവിടെ അയണുണ്ട്. ഇവിടെ കുറച്ച് അയണുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ കുറച്ച് അയണെങ്കിലും ഉണ്ടാവും. ഇത് കോപ്പറാ. അതുകൊണ്ട് കോഴെണ്ണം ഒഴിയുന്നുണ്ട്. ഇത് അയണായിരിക്കുമോ? അല്ല കോബിൾ സ്റ്റോണാ, കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു വഴിയില്ല ഗൈസ് ഇവിടെ. ഇത് അയണാണോ? അയണ 37 കിട്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അതുകൊണ്ട് ഞാൻ മൊത്തം അയൺ ആർമറാക്കിയിട്ടുണ്ട്, എല്ലാം സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഇൻ മൈൻക്രാഫ്റ്റ്. സോ വീടുണ്ടാക്കുന്നില്ല, അതിപ്പോൾ ഞാൻ നാളത്തെ എപ്പിസോഡിൽ ഞാൻ വീടുണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ സീരീസ് ഉണ്ടാക്കിയ വീടില്ലേ, അത് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഈ സീരീസിൽ. അതെന്താണെന്ന് വെച്ചാൽ വലുതാണ്. ബിഗിനേഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി ഇച്ചിരി പാടുവരും. നമ്മൾ ഇന്നത്തെ സീരീസ് സിമ്പിളാണ് ഫുൾ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കവിതേനൊക്കെ ഉണ്ട്. എനിക്ക് ക്യൂട്ടല്ലേ കഴിച്ചത്? അത് നല്ല ക്യൂട്ടാവാൻ. നമ്മുടെ സോംബി സ്പോണറൊക്കെ ഫാമാക്കണം. അതുണ്ടാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാം ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര ഇഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത്രയ്ക്ക് കഷ്ടപ്പാടില്ല എന്ന് വെച്ചാൽ കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്കങ്ങ് കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല. സോ അപ്പം നമുക്ക് ഈ 4 അയൺ എടുത്ത് വെച്ചേക്കാം. ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വേൾഡിൽ ഈ വേൾഡിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഫുൾ അയൺ ആർമറാണ്. ഈ സെക്കൻഡ് എപ്പിസോഡല്ല, അത് ഡിലീറ്റായി പോയതല്ലേ. സോ ഞാൻ ചെയ്യണ ഇപ്പോഴേ ഈ യൂട്യൂബിനൊന്നും എന്നെ ഇഷ്ടമാവുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ യൂട്യൂബൊക്കെ എൻ്റെ ചാനലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് തന്നെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടുക. നിങ്ങളാരും ഡിലീറ്റ് ചെയ്ത് വിടല്ലേ, എന്നാ ചെയ്യാനാ? ഞാൻ യൂട്യൂബിൻ്റെ ഡെവലപ്പറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വേൾഡ് ഇൻസ്പയർഡ് ബൈ സുധിയണ്ണനാണ്. സോ പക്ഷെ സുധിയണ്ണനെ പോലത്തെ വീടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ അത്രയ്ക്ക് റിച്ചല്ല.
നമ്മുടെ വാല്യുബിളായ അയണൊന്നും നമ്മളിവിടെ വെക്കണ്ട. നമുക്കൊരു ചെറിയൊരു ഫാം ഉണ്ടാക്കിയാലോ? അത് താര വേണ്ട, നമുക്ക് മുകളിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുത്തേക്കാം. മൈൻക്രാഫ്റ്റ് ലോജിക്കില്ല, ഒരു ലോജിക്കില്ല. നമ്മൾ 3 ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു ലാവയല്ല, നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ബട്ട് ലാവയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബട്ട് റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യാം. മൈൻക്രാഫ്റ്റിന് ലോജിക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. സോ നമ്മുടെ ചെറിയൊരു ഫാമാണ്. അത് ഇവിടെ സെറ്റ് ചെയ്യാം. അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു 3 ബ്ലോക്ക്, ഇവിടെ നിന്ന് ഒരു 3 ബ്ലോക്ക്, പിന്നെ ഇവിടെ നിന്ന് ഒരു 3 ബ്ലോക്ക്. എന്നിട്ട് അതുപോലെ എല്ലാ സൈഡിലും ചെയ്ത് കണക്ട് ചെയ്യണം. അതുകൊണ്ട് കാണിച്ചു തരാം. അയ്യോ, അവിടെ ചെയ്യണ്ട, ഇതൊക്കെ മാറ്റി വെച്ചോ. ഇങ്ങനെ ചാടി മതി. അതുകൊണ്ട് ഇപ്പോഴാണ് കറക്റ്റായത്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കണക്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ, എന്നിട്ട് അതുകൊണ്ടേ ഇങ്ങനെ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് ഇതങ്ങനെ ചെയ്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്യുക. ഈ സാധനത്തിന് ഈ ഒരു ബ്ലോക്കും കൂടി ചേർത്ത് പൊട്ടിക്കണം. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു ഫാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വിട്ടിരിക്കുന്ന അകത്തിലത്തെ സ്പേസൊക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ ഇത് ചെയ്യണം. ഈ രാത്രി സമയത്തിന് മുമ്പ് തന്നെ സോംബി വന്നു. ഇത് രാത്രി സമയം ആവാറായി. അതിന് മുമ്പ് സോംബി സ്പോണായി. ഇപ്പോഴും വെയിലടിക്കുന്നുണ്ട്, അത് അവന്മാർക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് അവന്മാർ മരിക്കും. അതാണ്. സോ നമ്മുടെ വേൾഡ് അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യും? അടുത്ത എപ്പിസോഡിൽ ആണ് നമ്മൾ വീട് പണി തുടങ്ങുന്നതല്ല, നാളത്തെ എപ്പിസോഡിൽ തന്നെ തുടങ്ങി കംപ്ലീറ്റ് ചെയ്യണം. അതിനകത്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഹൗസാണ്. കാരണം കഴിഞ്ഞ സീരീസിലത്തെ സൗണ്ട് ബിഗിനേഴ്സിനൊന്നും പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തന്നെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കുമ്പോൾ ബിഗിനേഴ്സിന് പറ്റിയത് ഉണ്ടാക്കാമെന്ന്. സോ അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് ഫാം സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് സീഡുണ്ട്. ആ സീഡ് ഇവിടെ വെച്ചേക്കാം. സീഡ് കുറച്ചേ ഉള്ളൂ, ഇനി വേറൊന്നുമില്ല. നമ്മുടെ ഷുഗർ കെയിൻ ഫാം ചെയ്യാം. ഷുഗർ കെയിന് നമ്മൾ ഇവിടെ വെക്കും. നമ്മുടെ താഴെ വെക്കുന്നതിന് പകരം ഇവിടെ മുകളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെയും ഒരു ബക്കറ്റ് വെള്ളം. എന്നിട്ട് അത് ഇവിടെ നിന്നിങ്ങനെ ഒഴിച്ചിട്ട് ഇത് പൊട്ടിച്ചാൽ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സായി. നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ചെറിയൊരു വാട്ടർ വെക്കും. അത് 3 ബ്ലോക്കായിരിക്കും. അതൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സാണ്. അതുകൊണ്ട് എടുത്തിട്ട് ഇതിവിടെ, പിന്നെ നമ്മുടെ ഈ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിൽ നിന്ന് ഇവിടെ നിന്ന് വീണ്ടും ഒന്നിങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഷുഗർ കെയിൻ പ്ലേസ് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഷുഗർ കെയിൻ ഫാം സെറ്റായി, ഒരു ക്യാരറ്റ് ഫാം സെറ്റായി. ഇപ്പോൾ കുറച്ച് ഓപ്പിയായി. സോ നമ്മുടെ ഇൻവെൻറ്ററി സോർട്ട് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് നല്ലോണം കളിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.